welcome back to Nihala's Logam. ഇന്ന് നമ്മൾ ഒരു ലാവൻഡർ ഫാമിലേക്കാണ് വന്നേക്കണേ. ഇതിൽ കാണുന്ന പോലെ തന്നെ ആൽഫ്ര ലാവൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഫാമാണ്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ചിയാമുട്ടൂരുള്ളതാണ്. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 3 to 5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലുള്ള ഒരു ഫാമാണ്. ഇന്ന് നമുക്ക് അവിടെ അത് കാണാൻ പോകും. ഇത് കഴിഞ്ഞ ഇതിലൊക്കെ ഉള്ള പോലെ ക്യാരനും ലിയോണും ഫാമിലിയായിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളും ഫാമിലി, ഞങ്ങളാണ് ഇവിടെ ഉള്ള ഒരു മലയാളി ഫാമിലി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും പോകും വരുമൊക്കെ ചെയ്യുന്ന ഒരുമിച്ച്. അപ്പോൾ ഇന്ന് നമുക്കിത് കാണാം. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുകയൊക്കെ ചെയ്യുമ്പോഴേ. ഒരു ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെയാണ്. അവരിവിടെ ഒരു ചാക്കിൽ അവിടെ കൂട്ടി വെച്ച് എന്നിട്ട് അവർ ആ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോയി ഇവിടെ പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ചാണ് അവർ സോപ്പും ബാമും ഓയിലും ഒക്കെ, അത് ആദ്യം ഓയിലായിട്ട് അവരെടുക്കും. ഓയിലെടുത്തതിന് ശേഷം ആ ഓയിൽ ആഡ് ചെയ്തിട്ടാണ് അവർ ബാക്കി എല്ലാ പ്രോഡക്ട്സും ബ്യൂട്ടി പ്രോഡക്ട്സും അവർ ഉണ്ടാക്കുന്നത്. ഇവരിത് മുറിച്ച് കഴിഞ്ഞിട്ട് അവർ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇത് ലാവൻഡർ. ഇപ്പോൾ പുള്ളിക്കാരൻ ഈ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോവുകയാണ്. ഈ ഉണങ്ങിയ ലാവൻഡേഴ്സ് അവർ മുറിച്ചെടുത്താണ് ഈ കാണുന്നത്. ഇതാണ് ഇവരുടെ ലാവൻഡർ. ഇവര് ലാവൻഡർ ഓയിൽ ഉണ്ടാക്കുവാണ്. അതിന്റെ മണം. Oh really? Just making sure that we don't have any of the green stems on the white holder. At the moment, because it's cold, I'm able to lean over here. But once this is done and we then put the next one in, if I lean over I'm going to get burned. Hence the 2-step ladder. As I step up, I'm able to go over. And then we make sure that's clear there as well. Which is where all the oil goes down. ഇവര് ലാവൻഡർ മുറിച്ച് ഇതിൻ്റെ ഇട്ട് അവര് ഇതിലേക്ക് ഇട്ടിട്ടാണ് അവർ ലാവൻഡർ ഓയിൽ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവര് ഇതുവഴി അതിലേക്ക് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓയിൽ. ഇതൊക്കെയാണ് ഇവരുടെ പ്രോഡക്ട്സ്. I'm waiting for hoops and scoops to make it for me because I was supposed to be here by now, but ഇതിന്റെ വിലയൊക്കെ വെച്ചേക്കുന്നുണ്ട്. അവരുടെ ഓരോ ഗിഫ്റ്റ് വൗച്ചർ പോലെ ഗിഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ വെച്ചേക്കുവാണ്. $35 ഒക്കെ വെച്ച്. ഇതൊക്കെ എല്ലാം ലാവൻഡർ. ഇതെല്ലാം ലാവൻഡർ പ്രോഡക്റ്റ് ആണ്. ഇത് നമ്മുടെ വീട്ടിൽ സ്മെല്ല് ചെയ്യാനായിട്ട് വെക്കുന്നത്. കാണിച്ചു ഇതവരുടെ പെർഫ്യൂം പോലെ വെച്ചേക്കുവാണ്. ഇത് ടെസ്റ്ററാണ്. ഇതെല്ലാം അവർ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് ലാവൻഡറിന്റെ സോപ്പ് അവർ വെച്ചേക്കുന്നതാണ്. ലാവൻഡർ സോപ്പ്. ഇവര് പിന്നെ അത് കൂടാതെ ഇങ്ങനെ ഇതിന്റെ ബഞ്ചസ് ആക്കി വച്ചേക്കുവാണ്, ഇങ്ങനെ മുറിച്ച്. കാരണം അത് ഹാങ് ചെയ്യാനും ഇവർക്ക് ഭയങ്കര ഈ വീട്ടിൽ ഭയങ്കര ഫ്രാഗ്രൻസ് വരുത്താനായിട്ട്, മണം വരാനായിട്ട് അങ്ങനെ ചെയ്യണം. അവരിങ്ങനെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഓരോരോരോ നമ്മുടെ നാട്ടിൽ ഈ കറ്റയൊക്കെ കെട്ടി വെക്കുന്ന പോലെ അവരിങ്ങനെ കെട്ടി വെച്ച് ഇങ്ങനെ ഡ്രൈ ചെയ്ത് ഹാങ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അത് ഇവരിവിടെ വോളണ്ടിയർ ചെയ്യുവാണ്, അല്ലാതെ പൈസയ്ക്കൊന്നുമല്ല. അവർ വോളണ്ടിയേഴ്സാണ്.
അപ്പോൾ അവർ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ബഞ്ചസ് ആയിട്ട് എടുത്ത് ഇങ്ങനെ റബ്ബർ ബാൻഡ് വെച്ചേക്കുവാണ്. ആ റബ്ബർ ബാൻഡ് എടുത്ത് അവർ ഇവിടെ ഇഷ്ടംപോലെ ഇട്ട് വെച്ചേക്കുവാണ്. എന്നിട്ട് അവരത് ആ കട്ടർ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുവാണ്. No. But that's interesting. Just make nice bottoms on them. Yeah. And then put the rubber band around. Yeah, അവരിങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇടും. Oh, see, it's not very good. Nice. This is our first time out here, so we're still learning. Oh, are you based in Te Awamutu? Yes. Ah, okay. Yes. Where are you from? I'm from Te Awamutu too. Hi, neighbour. Every year I come and take photos and everything, but this year we started a YouTube channel, so. What's your YouTube name? Nihala Slogam. Hello, welcome. Yes. Oh, hey, have you got to put me on YouTube? Yes. Oh, Yeah. So when we finish, we just cut the middle. We'll cut all the sides and Oh. we'll make oil from the side. Oh, okay. ഇവർ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ Everything വെക്കും. is going to be. കട്ട് ചെയ്ത് ഇവരിങ്ങനെ Yeah, ബഞ്ചസ് so we ആക്കി just വെക്കും. cut the middle for drying. Thank you. Yeah. അവരിതിന്റെ മിഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇവരിങ്ങനെ ബഞ്ച്. What was it called? Impressive blue, I think, is the name of this. There's 3 or 4 different varieties Really? of lavender here Oh, on, okay. on the farm. Oh. So this is the only one that's suitable for drying, Oh. making potpourri or putting in those little cushion pouches that you put under your pillow to help you sleep. Oh, This okay. is the variety that they use for that. Oh, thank you. That's new. I thought they were all just all the same. Yeah. No, all the no, same. I did too, but no, there's all different varieties and for different purposes. Oh, okay. അവർ പറയുന്നത് ഇങ്ങനെ 4 വെറൈറ്റീസ് ഓഫ് ലാവൻഡേഴ്സ് ഇവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബുഷ് ഇങ്ങനെ ചെയ്ത് ഫ്രാഗ്രൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പാകത്തിന്. അപ്പോൾ അവരിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ബുഷ് ഇത് ചെയ്ത് ഇങ്ങനെ ഓരോ ബഞ്ചാക്കി വെക്കും. എന്നിട്ട് ഇത് ഡ്രൈ ചെയ്ത് ചെറിയ പൗച്ചസിലാക്കിയിട്ട് അവർ ഇങ്ങനെ ഡ്രൈ ചെയ്ത് അവർ നമ്മൾ വീട്ടിലൊക്കെ സ്മെല്ലിന് വെക്കും. ഇവരിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ ടിപ്പ് കണ്ടോ, ഈ ടിപ്പുകൾ ആ മെഷീൻ കണ്ടില്ല, ആ മെഷീനിൽ വന്ന് അവർ കട്ട് ചെയ്ത് കൊണ്ടുപോയി അവർ ഓയിൽ ഉണ്ടാക്കാൻ എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ലാവൻഡറിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ വലിയതായിട്ട് എക്സ്പെക്ട് ചെയ്ത് വന്നതായിരുന്നു ഐസ്ക്രീം കഴിക്കണം എന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തീർന്നു പോയി. ഞങ്ങൾ ലക്കി അല്ല, അൺലക്കി പീപ്പിൾ ആയിപ്പോൾ ഈ പ്രാവശ്യം. സാരല്ല, നമ്മളിവിടെ അടുത്ത് തന്നെയല്ലേ, ഈ വീക്കിൽ വരും എന്നല്ലേ ഞാൻ പറഞ്ഞു. ഈ വീക്കിൽ വരും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വന്ന് കഴിച്ചിട്ട് അതിൻ്റെ വിശേഷം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി അത് നല്ല രുചിയായിരിക്കും. കാരണം അല്ലേ, ലാവൻഡറിൻ്റെ സ്മെല്ലുള്ളതല്ലേ, നമുക്ക് ലാവൻഡർ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നല്ല, അത്ര സ്ട്രോങ് സ്മെല്ലല്ല, എന്നാൽ നല്ല മണമല്ലേ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മണമല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് വരുമ്പോഴത്തേക്ക് ഞങ്ങളത് അപ്ലോഡ് ചെയ്യാം, ഐസ്ക്രീമിൻ്റെ വിശേഷങ്ങളും. So thank you all so much for watching. Please like, share, subscribe, comment, and have a great day. Bye. Bye-bye. Bye-bye.